ഉമ്മച്ചി ഇവിടെ ക്യാരറ്റും ബീട്രൂട്ടും ഓറഞ്ചിൻ്റെ തൊലിയും എല്ലാം ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിലുള്ളതുകൊണ്ട് പിന്നെ നന്നായിട്ട് ഉണങ്ങും. എന്നാലും 2-3 ദിവസമായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഉണക്കിയിട്ടാണ് അമ്മച്ചി ഉണ്ടാക്കാം. ഒറ്റയടിക്ക് എല്ലാതും കൂടി ഉണക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ചെയ്യല്ലേ, അപ്പം അതിനുള്ള സൗകര്യത്തിലേക്ക് ചെയ്യുള്ളൂ. കുറച്ചായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉണക്കി അപ്പോൾ ഫ്രഷ് ആയിട്ടാണ് പൊടി ഉണ്ടാക്കുക കേട്ടോ. കുറേ പൊടി അങ്ങനെ ഉണ്ടാക്കി വെക്കണം ഉമ്മാക്ക് ഇഷ്ടമല്ല. എപ്പോഴും അതിങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പം ഇങ്ങനെ എപ്പോഴും ഉമ്മാക്ക് ഈ ഒരു പണിയാക്കണം. ഇതൊക്കെ അരിയുക, ഇത് ഉണക്കുക, പിന്നെ എന്നിട്ട് വീണ്ടും പൊടി ഉണ്ടാക്കുക, വീണ്ടും അരിയുക, അതന്നെ ആയിരിക്കും ഒരു പണി. അങ്ങനെ കുറേ ഇങ്ങോട്ട് ഉണ്ടാക്കി ഇങ്ങനെ എടുത്തു വെക്കണത് ഇഷ്ടമല്ല. എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കണം എന്നാണ് വെച്ചാൽ ആദ്യം മുതലേ അങ്ങനെ ഉണ്ടാക്കുക. ഇപ്പം സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഇപ്പോഴും വെച്ചാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ക്യാരറ്റിൻ്റെ പൊടി, അതുപോലെ ബീട്രൂട്ട് പൗഡർ, ഇതൊക്കെ നമുക്ക് ഓൺലൈനിലായിട്ടും പൊടിയായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അങ്ങനെ വാങ്ങിക്കുന്ന സത്യം പറഞ്ഞാൽ നമുക്കൊരു ഉറപ്പില്ലല്ലോ. അപ്പോൾ ബീട്രൂട്ടിൻ്റെ പൊടിയൊക്കെ കാണുമ്പോൾ ഇത് ബീട്രൂട്ട് ഉണക്കി ഉണ്ടാക്കിയതാണോ തോന്നുന്നു. കാരണം ഒരു 5-6 കിലോ ബീട്രൂട്ട് മേടിച്ച് നമ്മൾ അരിഞ്ഞ് ഉണക്കി വരുമ്പം ഒരു 1 കിലോ പൗഡർ പോലും കിട്ടില്ല. അത്രയും അത് ചുങ്ങി പോയിട്ട് അത്രയല്ലേ കിട്ടുന്നുള്ളൂ. പക്ഷെ അപ്പം നമുക്ക് ഇത്ര പ്രൈസിനൊക്കെ ഈ ബീട്രൂട്ട് പൗഡർ കിട്ടുമ്പം അത് ഒറിജിനൽ ആണോ എന്ന് നമുക്ക് തോന്നുമ്പോൾ മകത് ഭയങ്കര സംശയമാണ്. അപ്പം അങ്ങനെ പൗഡറൊന്നും നമ്മൾ വാങ്ങിക്കില്ല, സ്വന്തമായിട്ട് തന്നെ ഉണക്കി പൊടിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാം. പിന്നെ നല്ല ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ബ്രാൻഡിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങിക്കും. അപ്പം നമ്മൾ നേച്ചർ ഷുവറിൻ്റെ ഒക്കെ പ്രോഡക്റ്റ് ഉണ്ട്, കുറച്ച് പൗഡറുകളുണ്ട്, അത് നമ്മളെപ്പോഴും വാങ്ങിക്കാറുണ്ട്. ചെറിയ ചൊറിച്ചിൽ പോലെയൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ആര്യവേപ്പൊക്കെ പണ്ട് ഇതുപോലെ ഉണക്കി പൊടിച്ചിട്ടൊക്കെ തേക്കൂലേ, അതുപോലെ. അപ്പോൾ അതിൻ്റെയൊക്കെ പൗഡറുകൾ നമുക്ക് നേച്ചർ ഷുവറിൻ്റെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ അലോവേര പൗഡർ കിട്ടും. അപ്പം അതൊക്കെ നമുക്ക് കുറച്ചും ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നേച്ചർ ഷുവറിൻ്റെ നീം ലീഫ് പൗഡറാണ് കേട്ടോ. മുന്നൊക്കെ ഈ മുഖക്കുരൊക്കെ ഉണ്ടാകുമ്പോഴേ ഈ ആര്യവേപ്പൊക്കെ അരച്ചിട്ടൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ ഇടുമല്ലോ. അതുപോലെ ആര്യവേപ്പിൻ്റെ ഇല ഉണക്കി പൊടിക്കലുണ്ട്. ഇങ്ങനെ എപ്പോഴും അലർജിക്കും അതുപോലെ കുരുണ്ടാകുന്നതിനാണ് പലപ്പോഴും ഞാൻ പലതും കണ്ടിട്ടുണ്ട് കേട്ടോ. പിമ്പിൾസ് ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ തേക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ പാടുകൾ പോകാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ നമ്മൾ ഈ ചിക്കൻ പോക്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാടൊക്കെ പോകാനൊക്കെ ഈ ആര്യവേപ്പൊക്കെ എപ്പോഴും ഉപയോഗിക്കണം. ഇപ്പം അതിനൊന്നും പിന്നെ ആർക്കും സമയമില്ല കേട്ടോ. ആര്യവേപ്പൊക്കെ അടുത്തെവിടെയും കാണാനും കൂടി ഇല്ല, അവിടെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഇപ്പം അവരെല്ലാവരും വീട്ടിൽ ആര്യവേപ്പും ഒക്കെ എപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ അതന്നെ കാണാറില്ല. അപ്പോൾ അതൊന്നും അരച്ചൊന്നും ഇടാനൊന്നും ആർക്കും ടൈമില്ലല്ലോ. പിന്നെ നമുക്ക് എല്ലായിടത്തൊന്നും വിശ്വസിച്ച് മേടിക്കാനും പറ്റില്ല. കാരണം അത് ശരിക്കും ട്രസ്റ്റഡ് ആണോ, ആര്യവേപ്പന്നെ ആണോ? കാരണം ഏത് ഇല അരച്ചാലും ഒക്കെ ഒരുപോലെ അല്ലേ. ഇത് ശരിക്കും അതിൻ്റെ പൊടിയാണെന്ന് അറിയില്ല. പക്ഷെ നേച്ചർ ഷുവറിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100% ഷുവറായിട്ട് വിശ്വസിക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ മെയ്ഡ് സേഫ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതുപോലൊരു ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് കാണിച്ചു തരാം കേട്ടോ. എടുക്കാനുള്ളത് ഇതുപോലത്തെ സ്കൂപ്പ് ഉണ്ട് ഇങ്ങനത്തെ. പിന്നെ അതുപോലെ ഒരു റോസ് വാട്ടർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതുപോലെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കുഞ്ഞു ബ്രഷ് ഉണ്ട്. പിന്നെയാണ് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്ന ഇതുപോലത്തെ ഇത് എന്തൊക്കെയുണ്ട്, ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. അതും ഇതിൻ്റെ യൂസുകളും ഒക്കെ പറയുന്ന ഇതുപോലത്തെ ഒരു പേപ്പർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് എല്ലാ പൗഡറും വിശ്വസിക്കാൻ പറ്റുന്നത് നീം ലീഫ് തന്നെ ആണെന്നൊക്കെ. അതിൻ്റെ ഒതന്റിസിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പം ഇത് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. സർട്ടിഫിക്കറ്റ് ഓഫ് പ്യൂരിറ്റി ആൻഡ് ഒതന്റിസിറ്റി ആണ്. അപ്പോൾ ഇന്ത്യൻ അനലിറ്റിക്കൽ ലബോറട്ടറീസിൽ ചെക്ക് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുഖക്കുരുവിനൊക്കെ നീം അരച്ചിടണം എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ നീം പൗഡർ നേച്ചർ ഷുവറിന് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. മുഖക്കുരുവിനൊക്കെ നല്ലതാണ്. അതുപോലെ എന്തെങ്കിലും ചൊറികളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മുറിവുണ്ടായ പാടുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ പാടുകളൊക്കെ പോകാൻ മുമ്പ് എപ്പോഴും അങ്ങനെ നീമൊക്കെ എപ്പോഴും ഉപയോഗിക്കാറുണ്ടല്ലോ. അതിനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അതുപോലെ നമ്മൾ ഈ തൊലിപ്പുറമെ വരുന്ന ഒരുവിധം എല്ലാ ബ്ലെമിഷസിനും ഇത് സൊല്യൂഷനാണ് കേട്ടോ. അതായത് ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതുപോലെ ഏജ് സ്പോട്സുകൾ, പിമ്പിൾസ്, പിമ്പിളിന്റെ മാർക്കുകൾ, ഇങ്ങനെ നമ്മൾ തൊലിപ്പുറമെ വരുന്ന അലർജീസ് പോലെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ആര്യവേപ്പിന്റെ പൊടി ഒരു പരിഹാരമാണ് കേട്ടോ. പണ്ട് മുതലേ ആയുർവേദിക് പരമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു സാധനമാണ് കേട്ടോ ആര്യവേപ്പ്. ഞാനൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ചിക്കൻ പോക്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് പാട് പോകാൻ വേണ്ടിയിട്ട് ആര്യവേപ്പും മഞ്ഞളും കൂടിയൊക്കെ അരച്ച് തേച്ചിരുന്നത് ഓർമ്മയുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് അങ്ങനെ കാര്യമായിട്ട് മുഖത്താണെങ്കിലും ഒന്നും അങ്ങനത്തെ പാടുകളൊന്നുമില്ല, ഞാൻ കെയർ ചെയ്യണോണ്ട്. അപ്പം എനിക്ക് കൈമുട്ടിലാണ്, ഞാൻ എപ്പോഴും ഈ കൈമുട്ട് കുത്തിയിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ കൈമുട്ട് എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊട്ടുന്ന ഒരു ഇതുണ്ട്, ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും എനിക്ക് എപ്പോഴും ഈ കൈമുട്ടിൽ. കാരണം ആ കൈമുട്ടാണ് എപ്പോഴും ഞാൻ കുത്തുന്ന, ഒരു പാടും ഉണ്ടാവും അവിടെ. അപ്പം ഞാൻ അവിടെ മാത്രമാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. എനിക്കിത് ഉപയോഗിക്കത്തക്കുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ തൽക്കാലത്തിനില്ല. അതുകൊണ്ടാണ് ഞാൻ വേറെ എവിടെ ഉപയോഗിച്ച് കാണിച്ചു തരാത്തത്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ പിമ്പിൾസും അതിൻ്റെ മാർക്കുകളുടെ ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഉള്ളവർക്ക് നേച്ചർ ഷുവറിൻ്റെ ഈ ഒരു ആര്യവേപ്പിൻ്റെ പൊടി ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആര്യവേപ്പൊന്നും കിട്ടാത്തവർ എന്തായാലും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയോക്കൊണ്ടു. അപ്പോൾ നേച്ചർ ഷുവറിൻ്റെ 100% കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്, ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ.